അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും നമ്മുടെ ഇന്നത്തെ കോടതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ. ഇവരൊക്കെ എല്ലാവരും റെക്കോർഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവർക്ക് തന്നെ മനസ്സിലാകും, ഇവർക്ക് തന്നെ അറിയാം എന്തിനാണ് കോടതിയിൽ പോകുന്നത്, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് കോടതിയിൽ പോകുന്നത് എന്ന് ഇവർക്ക് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആരും പ്രാർത്ഥിച്ചു പോലും ഉണ്ടാവില്ല എനിക്ക് കോടതി വിധി നമുക്ക് അനുകൂലമാവണേ എന്ന് ഇവരാരും പ്രാർത്ഥിച്ചു പോലും ഉണ്ടാവില്ല. അപ്പോൾ ഒരു 10:45 കോടതി കേസെടുത്തു. അപ്പോൾ വീണ്ടും ബഡ്സ് ആക്ട് പ്രകാരം നടപടിയെടുത്ത ഒരു കേസിലെ GST വക്കീലായ അശ്വം വക്കീൽ ഹാജരായി. ഇവർ പറഞ്ഞിരുന്നത് GST വക്കീലാണ് അദ്ദേഹം, അതുകൊണ്ട് ബഡ്സ് ആക്ട് പ്രകാരം ഇയാൾ ഹാജരാവില്ല എന്നൊക്കെയായിരുന്നു. അപ്പോൾ പോയി എന്തൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ പറഞ്ഞത് നമ്മൾ പിൻവലിക്കുകയാണ് അല്ലേ? നമുക്ക് അതാണല്ലോ ഈ കേസ് കൊടുക്കുന്നത് തന്നെ പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര മാത്രം 3 തവണയാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ കൺഫ്യൂഷൻ, ഇദ്ദേഹം പറഞ്ഞത് കൺഫ്യൂഷനായാണ് സാർ, കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് നിർദ്ദേശം തന്ന ക്ലയൻറ്റിന് അറിയാലോ എത്ര കേസുകൾ അവിടെയുണ്ട്, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് എന്ന് അവർക്കറിയാലോ എന്നാണ്. ചിലപ്പോൾ വക്കീലന്മാർക്ക് ഇതൊന്നും അറിയണമെന്നില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. പിന്നെ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഒരു കാര്യം കൂടി ചോദിച്ചു, എന്തെങ്കിലും എമർജൻസി ഉണ്ടോ? ഒരു എമർജൻസിയും ഇല്ല സാർ, അതൊക്കെ നമ്മളെ സീനിയർ വക്കീൽ നോക്കിക്കോളും എന്നാണ് പറഞ്ഞത്. ഒരു എമർജൻസിയും ഇല്ല എന്ന്. നിങ്ങൾക്കറിയാലോ, നവംബർ 21 ബഡ്സ് ആക്ട് പ്രകാരം സംസ്ഥാനത്തിൻ്റെ കോമ്പീറ്റൻ്റ് അതോറിറ്റിയായ സഞ്ജയ് എം കോൾ നടപടിയെടുത്ത ഈ ഒരു തീരുമാനം ജില്ലാ കളക്ടർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഡിസംബർ 7 ആയിരുന്നു. അപ്പോൾ 7 കഴിഞ്ഞിട്ട് 13 ദിവസത്തിന് ശേഷമാണ് ഇവരുടെ അക്കൗണ്ട് ഫ്രീസായിട്ട് 13 ദിവസത്തിന് ശേഷമാണ് ഇവർ ഹൈക്കോടതിയിൽ ആദ്യമായിട്ട് റിട്ട് അപ്പീൽ ഫയൽ ചെയ്യുന്നത്. 20 7 കഴിഞ്ഞിട്ട് 13 ദിവസത്തിന് ശേഷം ഈ രാജ്യത്ത് ഒരു റിട്ട് അപ്പീൽ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ക്ഷാമമുണ്ടോ? വക്കീലന്മാർക്ക് ഇത്രയും ക്ഷാമമുണ്ടോ? അതും ആൾക്കാർ പറയാൻ തുടങ്ങിയതിന് ശേഷം എന്തുകൊണ്ട് നമ്മൾ കോടതിയിൽ പോകുന്നില്ല? ഇവർക്കറിയാം ഇത് മതി, ഇത് പൊളിയാൻ വേണ്ടിയുള്ള സംഭവമാണ്. ഇതിൽ ബാലൻസുകളൊക്കെ നമുക്ക് സുരക്ഷിതമായി പ്രതാപനും ഭാര്യയ്ക്കും കുട്ടികൾക്കും സുഖസുന്ദരമായിട്ട് ജീവിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവരുണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ കേസായാലെന്ത്, പൂട്ടിയാലെന്ത്, വാടക കെട്ടിടം പൂട്ടിയാലെന്ത് ഒക്കെ ഇവർക്കറിയാം. അതുകൊണ്ട് ഇവർ 13 ദിവസമാണ് കേസിന് പോവാതിരുന്നത്. അതിനിടയ്ക്ക് ഇവർ ചെയ്തിരുന്നത് 14 നിങ്ങൾക്ക് സൈറ്റിലെടുത്ത് നോക്കിയപ്പോൾ ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 14 ഇവർ ഫയൽ ചെയ്തത് ശ്രീന എന്ന പേരിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയാണ്. ഏത് കേസിൽ? ബഡ്സ് ആക്ട് പ്രകാരമുള്ള കേസിലല്ല, അത് GSTയുടെ ആ ഒരു കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നടത്തിയത്. നമ്മൾ 7 വിധിന്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവർ GST അടക്കാനുണ്ടെങ്കിൽ അടക്കാനുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കുക. അതുകൊണ്ട് ഈ MDയെ പിടിച്ച് അകത്തിടേണ്ട ആവശ്യമുണ്ടോ അതിനൊക്കെ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ MDയെ പിടിച്ച് അകത്തിടണ്ട എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഇത്രയും ക്ലിയർ ആയിട്ടുള്ള വിധിന്യായം കിട്ടിയതിന് ശേഷം എന്തിനാണ് CEO ആയ ഒരു ലേഡിയെ അറസ്റ്റ് ചെയ്യുന്നത്? അത് അറസ്റ്റ് തടയാൻ വേണ്ടിയിട്ട് മുൻകൂർ ജാമ്യത്തിന് എന്തിനാണ് പോകുന്നത്? 14 7 ദിവസത്തിന് ശേഷം 7 കഴിഞ്ഞ് അക്കൗണ്ട് ഫ്രീസായിട്ട് 7 ദിവസത്തിന് ശേഷം ഇവർ ചെയ്തു കൂട്ടിയ പരിപാടി ശ്രീന എന്ന പേരിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു. അതും കഴിഞ്ഞിട്ട് 7 ദിവസത്തിന് ശേഷമാണ് ഇവർ ബഡ്സ് കോടതിയിൽ റിട്ട് അപ്പീൽ ഫയൽ ചെയ്യുന്നത്. അന്ന് ഇവരുടെ അപേക്ഷ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അക്കൗണ്ട് അൺഫ്രീസ് ചെയ്ത് കിട്ടണം എന്നുള്ളത് മാത്രമായിരുന്നു. അല്ലാതെ നമ്മുടെ ഫ്രീസാക്കിയ എല്ലാ അക്കൗണ്ടുകളും ഇവർക്കറിയാം ഇത് അൺഫ്രീസ് ചെയ്ത് കൊടുക്കില്ല എന്ന്. അതുകൊണ്ട് ആണ് ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഭയങ്കര കഷ്ടത്തിലാണ് എന്ന് പറഞ്ഞിട്ട്, ഒരക്കൗണ്ട് ജീവിക്കാൻ ഗതിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരക്കൗണ്ട് അൺഫ്രീസ് ചെയ്ത് കിട്ടണം എന്ന് പറഞ്ഞിരുന്നത്. അത് എടുത്ത് വായിച്ചാൽ മനസ്സിലാവും. ആ സംഭവത്തെയാണ് ഗവൺമെൻറ്റിൻ്റെ വക്കീൽ പറഞ്ഞത്, ഒരക്കൗണ്ട് അൺഫ്രീസ് ചെയ്ത് കൊടുക്കണമെങ്കിലും
അതിന് നിങ്ങൾ പോകേണ്ടത് ഇതിൻ്റെ ഡെസിഗ്നേറ്റഡ് കോർട്ടായ തൃശ്ശൂരിലെ കോർട്ടിലേക്കാണ് എന്ന് പറഞ്ഞത്. അത് വെച്ചിട്ടാണ് നമ്മുടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അത്തരം വിധിന്യായം പുറപ്പെടുവിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവർ തൃശ്ശൂരെ കോർട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഇവർ അവിടെ പോവാതെ പിന്നെയും ഹൈക്കോർട്ടിലേക്ക് പോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനു വേണ്ടിയിട്ട് 3 ദിവസമാണ് ഇവർ ജഡ്ജിനെ പോയി കണ്ടത്. അങ്ങനെയാണ് ജഡ്ജ് ചോദിക്കേണ്ടി വന്നത്, എന്തിനാണ് തൃശ്ശൂർ പോകാൻ വേണ്ടി പറഞ്ഞിട്ട് നിങ്ങൾ ഇന്നലെയും ഇന്നും വീണ്ടും ഇവിടെ വരുന്നത്? എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ അശ്വിനെ എന്ന് വിളിച്ച് ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു വാത്സല്യത്തോടു കൂടി ചോദിച്ചത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. GST കേസും ഒരു ചെറിയ കേസൊന്നുമല്ല. ഇവരുടെ GST നമ്പറിൽ ഇവരുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പണമാണ് ആ എമൗണ്ട് എന്ന് പറയുന്നത്. അത് എന്ത് കൺസൈൻമെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇവർ നടത്തുന്ന ബിസിനസ്സിന് വേണ്ടി വാങ്ങിയിരിക്കുന്നതാണ്. എങ്ങനെയാണ് OTT ഷെയറുകൾ കൺസൈൻമെൻ്റ് ആയത് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കണം. എന്ത് കൺസൈൻമെൻ്റാണ് ഒരു OTT പ്ലാറ്റ്ഫോമായ വെറും സിനിമ പ്രദർശിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? OTTയുടെ 5 ലക്ഷത്തിൻ്റെ ഷെയറുകൾ കൺസൈൻമെൻ്റ് ആക്കി കൺവേർട്ട് ചെയ്തിരിക്കുന്ന, എനിക്ക് നല്ല വർത്തമാനം പറയണമെന്നുണ്ട്, പക്ഷേ എന്തിനാണ്, ആരാണ് ഈ പാവങ്ങളെ, വിദ്യാഭ്യാസമില്ലാത്ത ഈ പാവങ്ങളെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്താണ് വേണ്ടത്? അവരെ കമ്പനി പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മളും കടുത്ത ഭാഷയിൽ അവരെയൊക്കെ വിമർശിച്ചു കഴിഞ്ഞാൽ അവർ വല്ല വേണ്ടാത്തീനും ചെയ്യുമെന്നാണ്. അവരിത്രയും പറ്റിക്കപ്പെട്ടല്ലോ എന്ന് അവരൊരു തിരിച്ചറിയുന്ന നിമിഷം ഉണ്ടാവും. ഇവരെ സ്നേഹിച്ചിരുന്ന, വിശ്വസിച്ചിരുന്ന മുതലാളി ചീന മാം അവരെ പറ്റിക്കുകയാണല്ലോ എന്ന് അവർക്ക് ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേങ്കിൽ അവർക്ക് തിരിച്ചറിയാനുള്ള ദിവസമാണ് എന്തുകൊണ്ട് ഈ ഒരു കേസ് ഇങ്ങനെ എഴഞ്ഞു നീങ്ങുന്നു എന്നും എന്തുകൊണ്ട് കേസ് കൊടുക്കാൻ വൈകിയെന്നും ഒക്കെ നിങ്ങൾ ചിന്തിക്കണം. ഇവർക്ക് ഈ കമ്പനി തുറക്കേണ്ട ആവശ്യമില്ല. തുറന്നു കഴിഞ്ഞാലും, തുറക്കില്ല അത് വേറെ കാര്യം, പക്ഷേങ്കിൽ തുറന്നു കഴിഞ്ഞാലും ബിസിനസ് സുഖകരമാവില്ല എന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് തുറക്കാതിരിക്കുന്നതാണ് ഇവർക്ക് നല്ലത്. തുറന്നു കഴിഞ്ഞാൽ ഇവർ പൈസ ചോദിക്കും. തുറന്നില്ലെങ്കിൽ ഇവർ ഇങ്ങനെ നീട്ടി പോയി കഴിഞ്ഞാൽ ഇവർക്ക് പറയാൻ പറ്റും, നമ്മുടെ അക്കൗണ്ട് നിങ്ങൾക്കറിയാലോ, നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് ഒന്നും തരാൻ പറ്റില്ല, അതൊന്ന് അൺഫ്രീസ് ആവട്ടെ എന്ന് ഇവർ പറയാൻ പറ്റും. അതുകൊണ്ട് ഇവർക്ക് ഈ കേസ് തീരുമാനമാവേണ്ട എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇവരെ രാജ്യം വിടാൻ സമ്മതിക്കരുത്. നിങ്ങളുടെ പണം മറ്റ് രാജ്യങ്ങളിൽ ഇവർ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഇനി ഇവർ മാത്രമേ നിങ്ങൾക്ക് കയ്യിലുള്ളൂ. അതുകൊണ്ട് ഇവരെ രാജ്യം വിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലീഡർമാരും വിടരുത്. അവരെ കൂടെ തന്നെ വേണം. ബൈ.